നീണ്ട 19 വർഷക്കാലമായി നമ്മളൊരു യാത്രയിലാണ്. ചാത്തന്നൂർ മുസ്ലിം ജമാഅത്ത് എന്ന വളരെ പുരാതനമായ അള്ളാഹുവിന്റെ വിശുദ്ധമായ പള്ളി, ഈ പള്ളിയെ ഒരു വാഹനമായി നമ്മൾ ഉദാഹരിച്ചാൽ, ആ വാഹനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഡ്രൈവറായി ഈ 19 കൊല്ലം ഞാൻ നിയന്ത്രിച്ചിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു യാത്രയിലാണ്. ദുനിയാവിൽ നമ്മൾ യാത്രക്കാരായി വന്നു. ഈ ദുനിയാവിൽ തന്നെ നമ്മൾ ഒരു സ്പെഷ്യൽ യാത്ര ചെയ്തു. ഞാൻ ഡ്രൈവറായി ചാത്തന്നൂർ മുസ്ലിം ജമാഅത്ത് എന്ന പുരാതനമായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ ഇമാമായി ഖതീബായി സേവനം ചെയ്തു വരുന്നു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഈ യാത്രയിലെ യാത്രക്കാരായിരുന്നു ഈ ജമാഅത്തിലെ ഓരോ അംഗങ്ങളും. ഈ യാത്രയിലെ ഈ വാഹനത്തിലെ യാത്രക്കാരായിരുന്നു ഈ മഹല്ലിലെ ഈ ജമാഅത്തിലെ ഓരോ അംഗങ്ങളും. എന്നാൽ ജമാഅത്ത് അംഗങ്ങളാകാത്ത ഒട്ടനവധി നൂറുകണക്കിന് മോമിനിങ്ങളും ഈ യാത്രയിൽ പങ്കാളികളാകുന്നുണ്ട്, ജുമഅയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്, നിസ്കരിക്കാൻ വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ യാത്രയാകുമ്പോൾ സ്വാഭാവികമായും യാത്രയ്ക്ക് തട്ടും മുട്ടും ഒക്കെ ഉണ്ടാകും, തടസ്സങ്ങൾ ഉണ്ടാകും. യാത്രയിൽ ബ്രേക്ക് ഡൗൺ ആകും യാത്ര. വണ്ടി വഴിയിൽ വീഴുന്ന സമയത്തൊക്കെയും ആ വണ്ടിയെ ചിലരൊക്കെ തള്ളിത്തരും, ചിലർ ആവശ്യമായ ഇന്ധനം നിറച്ചു തരും, ചിലർ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അത് യാത്രയുടെ സ്വഭാവമാണ്. യാത്രയുടെ സ്വഭാവം തട്ടുമുട്ടലും ഒക്കെ ഉണ്ടാകും, തടസ്സങ്ങൾ ഉണ്ടാകും, ഇന്ധനം തീർന്നു പോകും. എന്നാൽ ചില ആളുകള് ഈ യാത്രയിൽ ബെല്ലടിക്കാത്ത സ്റ്റോപ്പിലും ഇറങ്ങിയിട്ടുണ്ട്. ചിലർ ബെല്ലടിക്കാത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ധാരാളം ആളുകൾ എന്റെ 19 വർഷക്കാലത്തെ ഈ ഇമാമത്ത് സേവനത്തിന്റെ ഇടയില് ധാരാളം മുഅ്മിനീങ്ങൾ, വേണ്ടപ്പെട്ടവർ, കുടുംബക്കാർ, നാട്ടുകാർ, ഉറ്റവർ, ഉടയവർ, എത്രയോ ആളുകൾ മരണപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ 19 വർഷത്തെ യാത്രയുടെ ഇടയിൽ ചില ആളുകൾ ബെല്ലടിക്കാത്ത സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. യാത്ര നന്നായി നമ്മൾ ആസ്വദിക്കുകയായി. ഈ 19 വർഷവും യാത്ര നന്നായി നമ്മൾ ആസ്വദിക്കുകയായിരുന്നു. ദീനിയായ പ്രവർത്തനങ്ങൾ, പ്രഭാഷണങ്ങൾ, വൈവിധ്യമായ ദീനിയായ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഈ യാത്ര നന്നായി ആസ്വദിക്കുന്നു. പക്ഷെ ഈ ആസ്വദിക്കുന്നതിന്റെ ഇടയിൽ 19 വർഷത്തെ കലണ്ടർ നമ്മുടെ പള്ളിയുടെ ഭിത്തിയിൽ നിന്ന്, വീടിന്റെ ഭിത്തികളിൽ നിന്ന് മാറ്റിയത് നമ്മൾ അറിഞ്ഞോ? ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഉസ്താദ് എത്ര വർഷമായി? അപ്പൊ ഞാൻ പറയാം, 19 വർഷം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, 19 വർഷമോ? ഇന്നലത്തെ പോലെ തോന്നുന്നു എന്ന്. ഏതു യാത്രയ്ക്കും ഒരു അവസാനമുണ്ടല്ലോ. അനന്തമായ യാത്ര ഒന്നിനുമില്ല. ഏത് യാത്രയ്ക്കും ഒരു അവസാനം ഉണ്ടാകും. ഈ യാത്ര അവസാനിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ നമുക്ക് ചിലരെയൊക്കെ നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട്. ചിലരെ നന്ദിയോടെ, കടപ്പാടോടെ, കടമയോടെ ചിലരെയൊക്കെ നന്നായി ഓർക്കേണ്ടതുണ്ട്. ഈ യാത്ര അവസാനിക്കുമ്പോ അങ്ങനെയാണല്ലോ, ഒരു യാത്ര ചെയ്തു തീരുമ്പോ ആ യാത്രയിൽ പങ്കാളികളായവരോട് നന്ദി പറയണം. അതിനു മുമ്പേ ഉള്ളവരോടും നന്ദി പറയണം. അതിന് അവസരം ഒരുക്കിയവരോടും നന്ദി പറയണോ? അപ്പൊ ഈ യാത്ര അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ആരോടാണ്? എന്നെ സൃഷ്ടിച്ച, എന്നെ പടച്ച എന്റെ യജമാനനായ അള്ളാഹുവിനോടാണ് എനിക്ക് കടമയും കടപ്പാടും കൂടുതലുള്ളത്. ആ റബ്ബ് എനിക്ക് വേണ്ട ആരോഗ്യവും ആഫിയത്തും അറിവും വിവേകവും തന്റെ ഇടവും എല്ലാം തന്നുവെങ്കിൽ ആദ്യമായി എനിക്ക് നന്ദി കടപ്പാട് എന്റെ റബ്ബിനോടാണ്. 10-22 വർഷങ്ങൾക്ക് മുമ്പ് മസ്കത്തിൽ ഞാൻ ജോലി എടുക്കുന്ന സന്ദർഭത്തില് ഒരു വലിയ ആക്സിഡന്റിൽ പെട്ടിട്ട് എന്നെ ഇടിച്ചിട്ട വണ്ടിയുടെ ഡ്രൈവർ ഒമാനി
ഞാൻ മരിച്ചുപോയി എന്ന് കരുതിയിട്ട് അവന്റെ കന്തൂറ വലിച്ചു കീറിയിട്ട് അതിനകത്ത് കെട്ടിപ്പൊതിഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്നും എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തി, ഇവിടെ എത്തിച്ചു. ഞാൻ ഈ ജമാഅത്തിന്റെ ഒരു എളിയ ഖാദിമായി, ഇമാമായി, ഖതീബായി നീണ്ട 19 വർഷം ഇപ്പോൾ ഇതാ തുടർന്നു വരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ റബ്ബിനോട് എനിക്ക് വലിയ കടമയാണ്, കടപ്പാടാണ്. മറ്റൊരു കടപ്പാട് ആരോടാണ്? എനിക്ക് ജന്മം നൽകിയ, എന്നെ നൊന്ത് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മയോടാ. എനിക്ക് ജന്മം നൽകിയ എന്റെ വാപ്പയോട്. മീനാട് മുസ്ലിം ജമാഅത്തിന്റെ ചാരത്ത് എന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മ ഉറങ്ങിക്കിടക്കുന്നു. എന്റെ വെളിപ്പാടകലെ തൊട്ടപ്പുറത്ത് എനിക്ക് ജന്മം നൽകി എന്റെ വാപ്പ കിടക്കുന്നു. എന്നെ പഠിപ്പിക്കാൻ, എന്നെ ഓതാൻ എന്റെ വാപ്പയുടെ കയ്യിലേക്ക് എന്റെ ഉമ്മ പിടിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ എന്റെ വാപ്പ കൊണ്ടുപോയത് നേരെ ബഹുമാനപ്പെട്ട ശൈഖുന ഏരൂർ ശംസുദ്ദീൻ മദനി അൽ ഖാദിരി തവ്വലല്ലാഹു തആല ഉംറഹു മഅസ്സിഹത്തി വൽ ആഫിയ മഹാനവറുകളുടെ ദർസിലാണ്. അപ്പൊ എന്നെ ഇതിലേക്ക് വഴി നടത്തിയ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരോടാണ് പിന്നീട് കടമയും കടപ്പാടും നന്ദിയുമുള്ളത്. ഇനി മൂന്നാമതൊരു കടമയും കടപ്പാടുമുണ്ട്. അതെന്റെ അഭിവന്യരായ ഗുരുനാഥന്മാരോടാണ്. ഞാൻ ആദ്യമായി എനിക്ക് കിതാബ് ബിസ്മി ചൊല്ലി തന്നത് മഹാനായ ശൈഖുന ഏരൂർ ഉസ്താദ് അവർകളാണ്. അതിനുശേഷം കുറച്ചു നാളുകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട വടുതല ശൈഖ് അബൂബക്കർ ബിൻ മുഹീദ്ദീൻ ബർദലിയിൽ ഖാദിരി നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ കായംകുളം മജ്ലിസിന്റെ തിരുമുമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇവരിൽ നിന്നാണ് ഞാൻ ഇൽമു പഠിച്ചത്. ഇവർ കേവലം ഒരു സാധാരണ പണ്ഡിതന്മാരല്ല. ഇവരുടെയൊക്കെ സനദ്, ഇവരുടെയൊക്കെ ഇൽമു ചെന്ന് മുട്ടുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ്. ഞാൻ നിങ്ങളോട് ഈ 19 കൊല്ലം അള്ളാഹുവിന്റെ ദീന് പറയുന്നുവെങ്കിൽ, ഖുർആൻ പറയുന്നുവെങ്കിൽ, ഹദീസ് പറയുന്നുവെങ്കിൽ, ചരിത്രങ്ങൾ പറയുന്നുവെങ്കിൽ, കിതാബിന്റെ ഇബാറത്തുകൾ വായിച്ച് തെളിവ് സഹിതം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ, അതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാർ പഠനം പൂർത്തിയായി തീരുമ്പോൾ എന്റെ അഭിവന്യരായ ഗുരുവര്യർ ശൈഖുന PM അബൂബക്കർ ഉസ്താദ് അവറുകൾ ഞങ്ങൾക്കൊരു സനദ് തരും. സനദ്, ആ സനദിന്റെ അവസാനം ഉസ്താദ് അവറുകൾ എഴുതിയിട്ടുണ്ട്, കമാ അജാസനി ബിദാലിക ശൈഖി വസയ്യിദി അബൂ മുഹമ്മദ് മുഹീദ്ദീൻ അഹ്മദ് അൽ ബർദലി. അത് ഉസ്താദിന്റെ ഉസ്താദാണ്. എന്റെ ഉസ്താദിന്റെ പേരാ. അവരുടെ ഉസ്താദ് അലിയുൽ ഖാദിരിയിൽ ഫന്നാനി, പൊന്നാനിക്കാരനായ അലിയുൽ ഖാദിരി എന്ന വലിയ വിലായത്തിന്റെ അത്യുന്നതമായ ശ്രേണിയിലുള്ള മഹാൻ. അവരുടെ ഉസ്താദ് അസ്സയ്യിദ് മുഹമ്മദ് ശത്താ അദ്ദിംയാതി വൽ യമാനി. അങ്ങ് സനദ് യമനിലെത്തി. അവരുടെ ഉസ്താദ് ഹുസൈൻ അൽ ജിസ്തി അൽ ഹൽറമിയിൽ മക്കി, ഹലറം മൗത്തിലെത്തി സനദ്. അങ്ങനെ എഴുതി അവസാനം സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സനദ് എത്തുന്നു. അവിടുന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആ സനദ് മുട്ടുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ നിങ്ങൾക്കൊരു അറിവ്, ഒരു ഇൽമു പകർന്നു തരുന്നുവെങ്കിൽ ഇത് സനദുള്ള ഇൽമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മുട്ടുന്ന സനദ്, സിൽസില മുറിയാത്ത ചങ്ങല പോലെ കാണുന്ന സനദാണ് മഹാന്മാരായ ഉസ്താദുമാരുടെ സനദ്. അല്ലാഹു അവരുടെ ദർജകളൊക്കെ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരോട് കടമയാണ്, അവരോട് കടപ്പാടാണ്. ഇനി മറ്റൊരു കടമയും കടപ്പാടും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടാണ്. ഈ ജമാഅത്തിലെ ഓരോ അംഗങ്ങളോടുമാണ്, ഈ ജമാഅത്തിലെ ഓരോ കുടുംബക്കാരോടുമാണ്. പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എത്രയോ ആളുകൾ, പൂർവികന്മാരായ ആളുകൾ,
ഞാൻ ചാർജ് എടുക്കുമ്പോൾ അതിനുശേഷം മരണപ്പെട്ട എത്രയോ കാരണവന്മാരുണ്ട്. നീണ്ടകാലം ഞാൻ ഈ മദ്രസയുടെ ഓടുമേഞ്ഞ പഴയ മദ്രസ, അതിനു മുമ്പ് നമ്മുടെ ഇപ്പോഴത്തെ ബാത്റൂം നിൽക്കുന്ന ഭാഗത്ത് പലകയടിച്ച പൂഴിമണ്ണിൽ ഓലമേഞ്ഞ മദ്രസയില് അന്ന് ശാസ്താംകോട്ടക്കാരനായ അബ്ദുറഹ്മാൻ ഉസ്താദ് എന്ന് പറഞ്ഞൊരു ഉസ്താദാണ്. അല്ലാഹു അടുത്ത ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഉസ്താദിന്റെ അടുത്താണ് അലിഫ് ആ പൂഴിമണ്ണിലിരുന്ന് പഠിച്ചത്. പിന്നീട് അനീഫ മാമ സെക്രട്ടറി ആകുന്ന സമയത്താണ് ഓടുമേഞ്ഞൊരു വിശാലമായ ഒരു മദ്രസ അവിടെ പണിഞ്ഞത്. ആ മദ്രസയിലും പഠിച്ചു. ഇതിനെല്ലാം അടിത്തറ അസ്ഥിവാരമിട്ട എത്രയോ പൂർവികരായ മഹത്തുക്കളായ ആളുകള് ഈ ജമാഅത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. ഒരിക്കലും നമുക്ക് അവരെ ഒന്നും മറക്കാൻ പറ്റൂലല്ലോ. ചാത്തന്നൂർ മുസ്ലിം ജമാഅത്തിന്റെ തിരുമുമ്പിൽ നിന്നിട്ട് ഒരാള്, ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, എന്ത് മനോഹരമായ പള്ളിയാണ്, തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ പള്ളിയാണ്, എന്ത് രസമാണ് കാണാൻ. ഞാൻ അവരോട് പറയും, ഈ പള്ളി കോലത്തിലായതിന്റെ പിന്നിൽ എത്രയോ ആളുകളുടെ അധ്വാനമുണ്ട്. നമ്മളൊരു ബിൽഡിങ്ങിന്റെ, ഒരു പള്ളിയുടെ മുകൾ ഭാഗമോ അതിന്റെ സൗന്ദര്യമോ നമ്മൾ കാണുന്നുള്ളൂ. നമ്മളൊരു ബിൽഡിങ്ങിന്റെ അസ്ഥിവാരം നമ്മൾ അറിയുന്നില്ല, അടിത്തറ നമ്മൾ കാണുന്നില്ല. നമ്മളൊരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ പള്ളിയുടെ മിനാരവും ഭംഗിയും അസ്ഥിവാരത്തിന്റെ മുകളിലുള്ളതേ കാണൂ. അഭിപ്രായം നമ്മൾ അതിനാണ് പറയുക. പക്ഷേ നൂറുകണക്കിന് പൂർവീക മഹത്തുക്കള് പഴയ മീസാൻ കല്ലിന്റെ അകത്ത് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഈ പള്ളിക്ക് അസ്ഥിവാരമിട്ട എത്രയോ ആളുകള് പള്ളിക്കാട്ടിൽ ഖബറായി കിടക്കുന്നു. അവരെ മറക്കാൻ പറ്റുമോ നമുക്ക്? അള്ളാഹു അവർക്കൊക്കെ ഉന്നതമായ പദവി അള്ളാഹു ജല്ല ജലാലു അവരുടെ ദോഷങ്ങളും പാപങ്ങളും എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ടാണല്ലോ എല്ലാ ജുമുഅയിലും എല്ലാ പള്ളിയിലെ ഖതീബുമാരും ദുആ ചെയ്യുന്ന ഒരു ദുആയുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. പടച്ചവനെ, ഞങ്ങളെക്കാൾ മുന്നേ ഈമാൻ കൊണ്ട് മുൻകടന്ന എത്രയോ ആളുകൾ ഖബറിലായിട്ടുണ്ട് റബ്ബേ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ എന്ന് ഏത് ഖുത്ബയിലാണ് നിങ്ങൾ കേൾക്കാത്തത്? അള്ളാഹു അവരുടെ പാപങ്ങൾ ദോഷങ്ങളെല്ലാം അള്ളാഹു ജല്ല ജലാല് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യാത്ര അവസാനിക്കാൻ പോവുകയാണ്? ഇല്ല, അവസാനിച്ചിരിക്കുകയാണ്. നീണ്ട 19 വർഷക്കാലത്ത് ചാത്തന്നൂർ മുസ്ലിം ജമാഅത്തിന്റെ ഇമാം എന്ന നിലയില്, ഖതീബ് എന്ന നിലയില് നിങ്ങൾക്ക് ഈ മിഹ്റാബിൽ നിന്നുകൊണ്ട് ഞാൻ നേതൃത്വം നൽകിയെങ്കിൽ, ഈ മിമ്പറിൽ നിന്നുകൊണ്ട് ഞാൻ ഖുത്ബ നിർവഹിച്ചെങ്കിൽ, ഈ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രഭാഷണം നടത്തിയെങ്കിൽ, അള്ളാഹുവിന്റെ ദീന് പറഞ്ഞെങ്കിൽ, അതിനൊരു താൽക്കാലികമായ ഒരു വിരാമമിടുന്നു എന്ന് സാരം. നാഥനായ അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുമല്ലോ. എല്ലാത്തിനും ഒരു വിടപറച്ചിലുണ്ടാകും, ഒരു ഫിറാഖ് ഉണ്ടാകും. ആരും ഇവിടെ ശാശ്വതമായൊന്നും ഇരിക്കാൻ പോണില്ല. ആരും ശാശ്വതമായൊന്നും ജീവിക്കാനും പോകുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ, വിട പറഞ്ഞപ്പോൾ, ഫിറാഖായപ്പോൾ സങ്കടം സഹിക്കവയ്യാതെ അലിയാർ തങ്ങൾ ഫാത്തിമ ബീബിയുടെ ഖബറിന്റെ ചാരത്തോടും ഓടിച്ചെന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പാടും, ഫാത്തിമ ലികുല്ലി ജിത്തിമാഇൻ ബിൽ ഖലീലൈനി ഫിർഖതു വകുല്ലുല്ലദീ ദൂനൽ ഫിറാഖി ഖലീലു. ഫാത്തിമ, എനിക്ക് മനസ്സിലാകുന്നു ഫാത്തിമ എത്ര വലിയ സ്നേഹത്തിലും എത്ര വലിയ ആശക്കനിയായി കൊണ്ട് നടന്നാലും, എത്ര വലിയ മഹബത്തോട് ആരു ജീവിച്ചാലും, ഈ ദുനിയാവിൽ നിന്ന് അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് പ്രവർത്തന മേഖലകളിൽ നിന്നൊരു ഫിറാഖ്, ഒരു വിടപറച്ചിൽ ഉണ്ടാകുന്നത് ഉറപ്പാണ്. അങ്ങനെ വിടപറഞ്ഞു പോയി എത്രയോ ഉലമാക്കളുടെ സ്ഥാനത്തല്ലേ ഞാൻ വന്നിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അപ്പുറത്ത് പലകയടിച്ച ഓലമേഞ്ഞ മദ്രസയിൽ അലിഫ് മാ പൂഴിമണ്ണിൽ പഠിച്ചപ്പോ എന്നെ പഠിപ്പിച്ച ഉസ്താദുമാര് എവിടെയാണ്? ഖബറിലാണ് അല്ലേ? എത്ര ഉസ്താദുമാര്, എത്ര ആലിമീങ്ങൾ ഈ മിഹ്റാബ് കൈകാര്യം ചെയ്തു പോയി. അല്ലാഹുവേ,
അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ നാട്, നമ്മുടെ ജമാഅത്ത് അത് നല്ല ഇസ്സത്തോടെ, അഭിമാനത്തോടെ, അന്തസ്സോടെ, അഭിജാത്യത്തോടെ ഇത്രയും കാലം എങ്ങനെ വന്നോ ഇതിനേക്കാൾ ഉപരി ഭംഗിയിൽ നല്ല റാഹത്തിൽ നമ്മുടെ ജമാഅത്ത് മുന്നോട്ട് തന്നെ പോകണോ, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ 32ാമത്തെ വയസ്സിൽ എന്റെ ധാടിരോമത്തിൽ ഒന്നുപോലും നരയ്ക്കാത്ത സമയത്ത് ഞാൻ എന്റെ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഈ മിമ്പറും ഈ മിഹ്റാബും കൈകാര്യം ചെയ്യാൻ ചാർജ് എടുത്തവനാണ്. വയസ്സ് 52 നീണ്ട 19 കാലം അള്ളാഹുവിന്റെ ദീനിന്റെ, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സേവനം ചെയ്തവനാണ്. ലാ ഫഖർ വലാ കിബർ, അഹങ്കാരമല്ല പറയുന്നത്, അഹങ്കാരമാണ് എന്ന് നിങ്ങൾ ആരും ധരിച്ചു പോകണ്ട. ഞാൻ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ വളരെ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്. ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത്, ഞാൻ ഈ ജമാഅത്തിന്റെ ഖതീബായി ചാർജ് എടുത്തിട്ട് ഈ മിഹ്റാബിന്റെ ഉള്ളിൽ ഞാൻ ചടഞ്ഞിരുന്നവനല്ല. ഈ മിഹ്റാബിന്റെ ഉള്ളിലോ പള്ളിക്കുള്ളിലോ ഞാൻ ചടഞ്ഞിരുന്നവനല്ല. പിന്നെയോ ഒരുപാട് ദീനിയായ ഖിദ്മത്തുകൾ, പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഫഖ്റോ കിബ്റോ അഹങ്കാരമോ പറയുകയല്ല. ഈ നാവ് കൊണ്ട്, എന്റെ പ്രവർത്തനം കൊണ്ട്, എനിക്ക് അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മാത്രമാണ് ഇതിന്റെ പുറംപള്ളിയില്ല. ഞാൻ വരുമ്പോ അത് നിർമ്മാണത്തിലാണ്. അതിനുശേഷം അതിന്റെ മുകളിലത്തെ നില വിശാലമായി എത്രയോ ആളുകൾക്ക് നിസ്കരിക്കാനുള്ള മനോഹരമായ മുകളിലത്തെ നില. ഞാൻ ഓർത്തു പോവുകയാണ്, ആ മുകളിലത്തെ നില പണിയുന്ന സമയത്ത് അന്നത്തെ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു കമ്പിവിളയിൽ താജുദ്ദീൻ സാഹിബ്. അത് വാർക്കണം, വിശാലമായ ഏരിയ ഉണ്ടല്ലോ. 250 ചില്ലുവാനം പാക്കറ്റ് സിമെന്റ് വേണോ? എന്റെ അടുത്ത് റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നമുക്കൊന്ന് വാർക്കണ്ടേ? ഞാൻ പറഞ്ഞു, വാർക്കണം. എങ്ങനെ വാർക്കുക? പൈസയൊന്നും കയ്യിലില്ല, കമ്പി വേണം, സിമെന്റ് വേണോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, തൊട്ടടുത്ത ദിവസം പെരുന്നാളാണ്, വലിയ പെരുന്നാൾ. ആ ഒരൊറ്റ വലിയ പെരുന്നാളിന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇതേ പ്രസംഗ പീഠത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട്, മഹല്ലിന്റെ അകത്തുള്ളവരോട്, ജമാഅത്തിന്റെ അകത്തുള്ളവരോട്, പുറത്തുള്ളവരോട് അതിനെ സംബന്ധിച്ച് നന്നായി വഅദ് പറഞ്ഞ്, ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിപ്പിച്ച്, ഖബറിനെ ഓർമ്മപ്പെടുത്തി പ്രസംഗിച്ചപ്പോ 250 അല്ല 300 ചില്ലുവാനം പാക്കറ്റ് സിമന്റ് ഒരൊറ്റ പെരുന്നാൾ പ്രസംഗത്തിൽ ആവശ്യമായ കമ്പിയും ആര് തന്നു? ഈ മഹല്ലിലുള്ള ഈ ജമാഅത്തിൽ അംഗങ്ങൾ തന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ എന്നാൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ജല്ല ജലാലു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹിഫ്ദുൽ ഖുർആൻ കോളേജ് വിനീതനായ എന്റെ മനസ്സിന്റെ ആശയമാണ്. ഇരിക്കുന്നു ഷാജഹാൻ സാഹിബ്, അന്നത്തെ കമ്മിറ്റിയുടെ ട്രഷററാണ്. ഒരു ജുമാ കഴിഞ്ഞപ്പോ വെറുതെ അവിടെ നിന്ന് സംസാരിച്ചതാണ്. ഞാൻ ഒരു ആശയം പറഞ്ഞു, നമ്മുടെ ഇവിടെ മദ്രസകൾ അടുത്തൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇവിടെ കുട്ടികൾ പഠിക്കാൻ വരുന്നില്ല, കൊച്ചുകുട്ടികളെ മദ്രസകൾ നല്ലതായി ഓടുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് പണിയണോ? അവിടെ വെച്ച് തീരുമാനമെടുത്തു, കമ്മിറ്റി കൂടി, പൊതുജനങ്ങളെ അറിയിച്ചു. അൽഹംദുലില്ലാഹ്, മനോഹരമായ ബിൽഡിംഗ് എടുത്തു. 16 മുതഅല്ലിമീങ്ങളോ ഒരു ഉസ്താദിനെയും വെച്ചിട്ട് അന്ന് ഹിഫ്ദുൽ ഖുർആൻ കോളേജ് തുടക്കം കുറിച്ചു. അല്ലാഹു കബൂലാക്കട്ടെ. സഹായിച്ചവർക്കൊക്കെ അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. മയ്യത്തുകൾ കുന്നുകൂടി വരുന്നു, സ്ഥലമില്ല. 40 സെന്റ് വസ്തുപ്പുറത്ത് വാങ്ങിച്ചു. എത്രയായി? 50 ലക്ഷം രൂപയ്ക്ക് അടുത്തായി. എവിടെയെല്ലാം സ്ഥലത്ത്, ഏതെല്ലാം രാജ്യത്ത്, ആരെയെല്ലാം കാണാൻ രാത്രിയെന്നില്ല, പകലെന്നില്ല പോയിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മതപ്രഭാഷണങ്ങൾ, സാംസ്കാരിക വേദികള്, പാവപ്പെട്ട പെൺകുട്ടികളെ, എത്രയോ സാധു പെൺകുട്ടികളെ അൽഹംദുലില്ലാഹ് നമുക്ക് അയക്കാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്ന, നിങ്ങൾ ചിന്തിക്കേണ്ട ഇതൊക്കെ മുസ്ലിയാരെ കഴിവാണോ എന്ന്. ഞാൻ അതിന്റെ ഒരു ഭാഗമായി എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഞാൻ മെഹ്റാബിന്റെ ഉള്ളിൽ ചടഞ്ഞിരുന്നവനല്ല എന്നാ പറഞ്ഞത്.
അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ജല്ല ജലാലു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, ഈ 19 കൊല്ലത്തെ പ്രവർത്തനത്തിന്റെ ഇടയില് നന്നായി സ്നേഹിച്ചവർ, സഹായിച്ചവർ ധാരാളമുണ്ട്. പക്ഷേ ശത്രുതാ മനോഭാവത്തോടുകൂടി കണ്ട ചില ആളുകളുമുണ്ട്. അതൊന്നും എന്റെ വ്യക്തിപരമായ കാര്യത്തിന്റെ പേരിലല്ല ആണെന്ന് പറയാൻ ഒരാൾക്കും പറ്റൂല. അള്ളാഹുവിന്റെ ദീന് ഹഖായ നിലയിൽ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പല ആളുകളും പല പരാതികളും പലരെ സംബന്ധിച്ചും അങ്ങനാണ് ഇങ്ങനാണെന്ന് പറയുമ്പോ അത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുമ്പോ രഹസ്യമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പാടില്ല, തെറ്റാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ പരിപാലന സമിതിയിലോ ഇനി വേണ്ടൊരു മൂമിനായ മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ തെറ്റുകൾ. പക്ഷേ പലപ്പോഴും അവരെ നന്നാക്കാൻ പരുഷമായ ശൈലിയിൽ തന്നെ എനിക്ക് ഉപദേശിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലരൊക്കെ നന്നായിട്ടുണ്ട്, അങ്ങനെ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ മറ്റൊരു വിഭാഗം ശത്രുക്കളുണ്ട്, പറയാതെ പോകുന്നില്ല ഞാൻ. അള്ളാഹുവിന്റെ ഹഖായ ദീൻ, അതായത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അതിന്റെ ആശയം ഞാൻ ഒരു സംഘടനയുടെ പേരും ഈ പ്രസംഗപീഠത്തിൽ നിന്ന് ഞാൻ പറയാറില്ല, ഇസ്മുകൾ പറയാറില്ല, ഞാൻ മുസമ്മകളെ പറയാറുള്ളൂ. ആശയം പറയും. പരിശുദ്ധ റബീഉൽ അവ്വൽ വന്നാൽ മുത്തായ നബിയുടെ മദ്ഹ് പറയും, സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പ്രാധാന്യം പറയും, മൗലിദ് ഓതണമെന്ന് പറയും, സ്വലാത്ത് ചൊല്ലണമെന്ന് പറയും. റമദാൻ എത്തിയാലോ തറാവീഹ് 8 റക്അത്തല്ല, അത് 20 റക്അത്താണെന്ന് ഞാൻ പ്രസംഗിക്കും. മരിച്ചാലോ മരണ വീട്ടിൽ ഖുർആൻ ഓതണമെന്ന് പറഞ്ഞു. മയ്യത്തടക്കി പിരിഞ്ഞാൽ തൽഖീൻ ഓതണമെന്ന് പറയും. ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളാണ്. നിസ്കാരം കഴിഞ്ഞാൽ പൊടിതട്ടിയിട്ട് എനിക്ക് ദുആ വേണ്ട എന്ന രീതിയിൽ പോകും ചില ആളുകള്. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, അത് പാടില്ലത് ദീനല്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് അങ്ങനെ അല്ല, സ്വഹാബത്ത് ചെയ്തത് അങ്ങനെ അല്ല. ദുആ ചെയ്യണം അള്ളാഹുവിനോട് അവിടെ ഇരുന്നിട്ട്. ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ചില ആളുകൾ ഈ മഹല്ലിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ചില വ്യക്തികൾക്ക് എന്നോട് ശത്രുത വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്കാരും ശത്രുക്കളൊന്നുമില്ല. ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരില് ജമാഅത്തിനെ കോടതി കയറ്റിയപ്പോൾ പള്ളി പരിപാലന കമ്മിറ്റിക്കെതിരെ നാടുനീളെ ഒപ്പുശേഖരണം നടത്തി. അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലിക്കുന്ന ആളുകളിൽ വീഴ്ചകൾ വരും, മനുഷ്യരല്ലേ. അങ്ങനെ ഒപ്പുശേഖരണം നടത്തി ഫിത്ന ഫസാദ് ഉണ്ടാക്കിയപ്പോ പറഞ്ഞു പാടില്ല. ആ വ്യക്തിക്ക് മാത്രം മനസ്സിലാകുന്ന ശൈലിയിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനിനോടാണ് കളി, പള്ളിയോടാണ് കളി, പാടില്ല. അത്തരത്തിൽ പരുഷമായ രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരാളോടും വ്യക്തിപരമായി എനിക്ക് യാതൊരു വൈരാഗ്യവുമില്ല. ഞാൻ നിർത്തുകയാണ്. ഇതിന്റെയൊക്കെ പേരിൽ ശത്രുത വന്നിട്ടുണ്ടെങ്കിൽ ശത്രുതയില്ലാത്ത ഏത് ഇമാമിങ്ങളാ ഇവിടെ കടന്നുപോയിട്ടുള്ളത്? മഹാനരായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം 2.5 കൊല്ലം റസൂലുള്ളാഹിന്റെ മദീനത്ത് പള്ളിയില് മിഹ്റാബിൽ ഇമാമായി നിന്ന സിദ്ദീഖ് തങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന ഖലീഫയായി മദീനത്ത് പള്ളിയിലെ ഇമാമായി. അവസാനം എന്താ ഉണ്ടായത്? ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മദീനത്ത് പള്ളിയിലെ മിഹ്റാബിലിട്ട് പള്ളക്ക് കുത്തി കൊലപ്പെടുത്തി. മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലെ ഇമാമാണ്. ആ ഖലീഫയും ഇമാമുമായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാസങ്ങളോളം ഉപരോധം ഏർപ്പെടുത്തി. വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ല, ഭക്ഷണം ഇല്ല. അവസാനം ശത്രുക്കൾ എന്ന് പറഞ്ഞാലോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആകുന്ന ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ച ആളുകൾ തന്നെ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മച്ചിന്റെ ഓട് ഇളക്കിയിട്ട് മച്ച് തുറന്നിട്ട് അകത്ത് ചാടി ഖുർആൻ ഓതുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പള്ളക്ക് കുത്തി കൊലപ്പെടുത്തി. സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വളർത്തുമകനും മരുമകനുമാണ്. 4ാമത്തെ ഖലീഫയോട് അലിയാർ തങ്ങളെ നെറ്റിത്തടത്തിൽ വെട്ടിക്കൊലപ്പെടുത്തി. മുത്ത് റസൂലുള്ളാഹിന്റെ പേരമകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിഷ്ഠൂരം കൊലപ്പെടുത്തി കളഞ്ഞു. ഇവരൊക്കെ ഇമാമിങ്ങളാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഹഖ് പറഞ്ഞതിന്റെ പേരിൽ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കൈകാലൊടിച്ചു കളഞ്ഞു.
സഹോദരങ്ങളെ, അപ്പൊ ഇമാമിങ്ങൾ എന്ന് പറഞ്ഞാൽ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ പറയുമ്പോ എതിർപ്പുകളൊക്കെ ഉണ്ടാകും. അല്ലാഹു ജല്ല ജലാലു കാര്യങ്ങൾ ഹഖായി മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് താൽക്കാലികമായി ഇന്നത്തെ ജുമഅയോടുകൂടി ഞാനൊന്ന് വിരമിക്കുകയാണ്. എനിക്ക് ശേഷം പ്രളയമെന്ന ചിന്ത എനിക്കില്ല. ഇവിടെ നല്ല പ്രഗത്ഭരായ ഇമാമിങ്ങൾ വരട്ടെ, നല്ല പ്രഭാഷകർ വരട്ടെ, നല്ല ദീന് ഹഖായ ദീന് പറയുന്ന പണ്ഡിതന്മാര് വരട്ടെ. പക്ഷേ ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങളോട്, ഈ മഹല്ലിലെ ജമാഅത്തിലെ അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഹഖായി തുറന്നു പറയുന്ന ആലിമീങ്ങൾ വന്നാൽ, പണ്ഡിതന്മാര് വന്നാൽ അവർക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടുന്നത് ഈ ജമാഅത്തിലെ ഓരോ അംഗങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ ഏറ്റെടുക്കണം, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം നമുക്ക് വലുത് അല്ലാഹുവിന്റെ ദീനാണ്, വ്യക്തികളല്ല, സംഘടനകളല്ല. നമുക്ക് വലുത് അല്ലാഹുവിന്റെ ദീനാണ്. ആ ദീനിനെ തൊട്ട് കളിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ, ഒരാളെയും അനുവദിച്ചുകൂടാ. നമുക്ക് വലുത് നമ്മുടെ നാടാണ്, നമ്മുടെ ജമാഅത്താണ്, നമ്മുടെ മഹല്ലാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്നേഹത്തോടെ, ഐക്യത്തോടെ, നല്ല കെട്ടുറപ്പോടെ മുന്നോട്ട് പോകാൻ അല്ലാഹു ജല്ല ജലാലു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇർഷാദ് ഉസ്താദ് ഒന്ന് മാറുകയാണ്. 19 കൊല്ലത്തെ ചാത്തന്നൂരിന്റെ ഇമാമാണ്. ഇനി അതിന്റെ പേരിൽ പുറത്തിറങ്ങിയിട്ട് ഒരാളും ഒരു കമന്റും പറയണ്ട, ഒരക്ഷരവും ഉരിയാടണ്ട. എന്തെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ ജമാഅത്തിന്റെ പൊതു പ്ലാറ്റ്ഫോം ഉണ്ട്, പൊതുയോഗം നടക്കുമ്പോൾ അവിടെ മാത്രമേ പറയാവൂ. അല്ലാതെ എന്റെ പേരിൽ ഒരാളും ഒരു വക്കാലത്തും പിടിക്കണ്ട. അത് ഞാൻ നിങ്ങളോട് തുറന്നു തന്നെ പറയുകയാണ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ദീനിയായ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണമേ അല്ലാഹ്. ഞാൻ ഓർത്തു പോകുന്നത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹജ്ജത്തുൽ വദാഇൽ ഒരു മഹത്തായ പ്രസംഗം നടത്തിയ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹജ്ജത്തുൽ വദാഇൽ പരിശുദ്ധമായ മിനായിൽ ഒട്ടകപ്പുറത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തി. ലക്ഷക്കണക്കിന് 1.5 ലക്ഷത്തോളം വരുന്ന സ്വഹാബത്തിനെ നോക്കി അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, അയ്യുഹന്നാസ്, ഓ എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ഇന്നി വല്ലാഹി മാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ കൊല്ലത്തിന് ശേഷം ഞാൻ ജീവിച്ചിരിക്കൂല. എന്നിട്ട് നബി തങ്ങൾ സ്വഹാബത്തിനോട് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറയാത്തതൊന്നുമില്ല. ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രസംഗമായിരുന്നു. നീ നിന്റെ അയൽക്കാരനോട് എങ്ങനെ വേണോ, നീ നിന്റെ നാട്ടുകാരോട് എങ്ങനെ വേണോ, നീ നിന്റെ ബന്ധുക്കളോട് എങ്ങനെ വേണോ, കുടുംബ ബന്ധം പുലർത്തുന്നത് എങ്ങനെ ആകണോ, നീ നിന്റെ ഭാര്യ എങ്ങനെ കാണണോ, നീ നിന്റെ ഭാര്യയെ തല്ലാൻ പാടില്ല. പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഭർത്താവ് കിടന്ന വിരിപ്പിലേക്ക്, നിന്റെ ഭർത്താവ് കിടന്ന വിരിപ്പിൽ മറ്റൊരുത്തിനെ നീ വിളിക്കരുത്. സഹാബത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ വഞ്ചിക്കല്ല എന്ന് വേണ്ട ധാരാളം വിഷയങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിച്ചു. അവസാനം നബി തങ്ങൾ സഹാബത്തിനെ നോക്കിയിട്ട് ചോദിച്ചു, വഅന്തും മസ്ഊലൂന അന്നീ, ഞാൻ വഫാത്താകും, നിങ്ങളും മരിച്ചു പോകുന്നതാണ്. നാളെ പരലോക വിചാരണയുടെ നാളില് അല്ലാഹുവിന്റെ കോടതിയില് എന്നെയും നിങ്ങളെയും അല്ലാഹു പിടിച്ചു നിർത്തോ. ആ പിടിച്ചു നിർത്തിയിട്ട് എന്നെ സംബന്ധിച്ച്, ഈ മുഹമ്മദ് നബിയെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് യജമാനനായ അല്ലാഹു നിങ്ങളോട് ചോദിച്ചാൽ, ഫമാ അന്തും ഖായിലൂന യാ സ്വഹാബ,
നിങ്ങൾ എന്താണ് ഈ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുക? എന്റെ റബ്ബിന്റെ കോടതിയില് പടച്ച തമ്പുരാന്റെ മുമ്പില് ഈ മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയുക? സഹാബത്ത് ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞു നിലവിളിച്ചിട്ട് അവർ റസൂലുള്ളാഹിന്റെ നേരെ പറഞ്ഞു, നശ്ഹദു അൻ ഖദ് ബല്ലഗത റിസാല വഅദൈതൽ അമാന വനസഹതൽ ഉമ്മ വകശഫതൽ ഉമ്മ വജലൈതൽ ഉൽമ വജാഹദത ഫീ സബീലില്ലാഹി ഹഖ്ഖ ജിഹാദിഹി. ഓ നബിയേ, നിങ്ങൾ അല്ലാഹു നിങ്ങളെ കൈകളിൽ ഏൽപ്പിച്ച റിസാലത്ത് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു നബിയേ. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങൾ ഞങ്ങളെ വഴി നടത്തി നബിയേ. വനസഹതൽ ഉമ്മ, അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ ഉപദേശങ്ങളോ നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നല്ലോ നബിയേ എന്ന് ഞങ്ങള് റബ്ബിനോട് മറുപടി പറയുമെന്ന് പറഞ്ഞപ്പോ മുത്തായ നബി തങ്ങൾ അവിടുത്തെ രണ്ട് കൈയുമങ്ങ് ആകാശലോകത്തിലേക്ക് ഉയർത്തുന്നു. എന്നിട്ട് നബി തങ്ങളെ കണ്ണ് നനയുന്നു, കവിളുകൾ സജലങ്ങളാകുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്റെ സഹാബത്ത് പറഞ്ഞത് നീ കേട്ടില്ലേ? അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. നീ സാക്ഷിയാണ് അല്ലാഹ്, നീ സാക്ഷിയാണ് അല്ലാഹ്, നീ സാക്ഷിയാണ് അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ജമാഅത്ത് അംഗങ്ങളോടും മറ്റുള്ളവരോടും എനിക്കും പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ 19 കൊല്ലമായി ജമാഅത്തിന്റെ ഖതീബായി ഇമാമായി ചാർജ് എടുത്തതിന് ശേഷം ഈ മെഹ്റാബിൽ ചടഞ്ഞിരുന്നവനല്ല. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളവനാണ്. അതിന്റെയൊക്കെ പരിണിത ഫലമാണ് ഈ കാണുന്ന വികസനങ്ങളൊക്കെ. നാഥനായ അല്ലാഹുവേ, നീ സാക്ഷിയാണ് റബ്ബേ, നീ സാക്ഷിയാണ് അല്ലാഹ്, നീ സാക്ഷിയാണ് അല്ലാഹ്. മനുഷ്യനാണ്, മലക്കല്ല, നബിയല്ല. മനുഷ്യനാണ്, മനുഷ്യ സഹജമായ തെറ്റുകൾ വന്നു പോകൂ. പടച്ചവനെ, നീ ഞങ്ങൾക്കെല്ലാം പുറത്തു മാപ്പ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ വീഴ്ചകൾക്കെല്ലാം നീ മാപ്പ് നൽകണേ റഹ്മാനേ. ഒരാളെയും വേദനിപ്പിക്കാൻ ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി പുറത്തിറങ്ങിയിട്ട് ഉസ്താദ് അങ്ങനെ പറഞ്ഞു ഒന്നും പറയണ്ട. ഒരാളെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചില ഹക്കായ പറഞ്ഞോ ഇല്ലല്ലോ, ഞാൻ ചില ഹക്കായ യാഥാർത്ഥ്യങ്ങള് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ.